ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് നമ്മളെ കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലുടനീളം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി ക്രിസ്തു സാക്ഷികളായി രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, യേശുവേ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി കർത്താവേ. കുടുംബങ്ങൾക്ക് സംരക്ഷണത്തിന് നന്ദി കർത്താവേ. ആരാധന സ്തുതി കർത്താവേ. ആരാധന രോഗ സൗഖ്യത്തിന് നന്ദി കർത്താവേ. യേശുവേ സ്തുതി, ആരാധന കർത്താവേ. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ
ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതി, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, സ്തുതി കർത്താവേ. കുടുംബങ്ങളെ നവീകരിക്കണമേ കർത്താവേ, രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ, മനക്ലേശങ്ങളെ മാറ്റി നൽകണമേ കർത്താവേ, അനുതാപം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ, സംരക്ഷണയിൽ ജീവിക്കുവാൻ സഹായിക്കണമേ കർത്താവേ. കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, മഹത്വം, സ്തുതി സ്തുതി കർത്താവേ, ആരാധന മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ അപേക്ഷകളെയും ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തുതി, ആരാധന മഹത്വം കർത്താവേ. നന്ദി കർത്താവേ, ആരാധനയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ജ്വലിപ്പിക്കണമേ കർത്താവേ. അച്ഛനെ കർത്താവ് പുതിയ അഭിഷേകം നൽകിയോട് സഹായിക്കണമേ കർത്താവേ. കുടുംബത്തിനും ജീവിതത്തിനും ആവശ്യമായ സന്ദേശങ്ങൾ ഇത്തിരി മണിക്കൂറിൽ നൽകുവാൻ അവിടുന്ന് കൃപയാകണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന മഹത്വം കർത്താവേ, സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ വേദപുസ്തക സാരസംഗ്രഹങ്ങൾ നമ്മൾ കൂടെ അതിൽ സാക്ഷരത നേടിക്കഴിയുമ്പോൾ അതിൻ്റെ ആധ്യാത്മികമായ സാങ്കേതിക വിദ്യകളുണ്ട്. അതുകൂടി സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരത്തുള്ളൂ. ദൈവസമ്പർക്കം വളരെ ക്രിസ്തീയതയിൽ ദൈവസമ്പർക്കം വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ദൈവം നിന്നെ സഹായിക്കും. ക്രിസ്തീയതയിൽ ദൈവത്തിൻ്റെ പേര് സഹായകനെന്നാണ് ശരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഏത് വിധേനയും
നമ്മൾ അകപ്പെട്ടു പോയ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സഹായകൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണ്? നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരണത് ഈ സഹായകൻ്റെ കൗണ്ടറിലാണ് വരണത്. കർത്താവിൻ്റെ മൗലികമായ, ദൈവത്തിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാണ് സഹായം. അമ്മയിലൂടെ പോലും നമുക്ക് കിട്ടുന്ന സഹായങ്ങളെ ദൈവത്തിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു പ്രത്യേക പ്രയാസത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. അത് ഇസ്രയേലിൻ്റെ ഒരു അനുഭവമാണ്. ഇസ്രയേലിന്, യഹൂദന്മാർക്ക്, അവരാണല്ലോ ഈ വെളിപാടിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് തക്ക സമയത്ത് സഹായിക്കുന്നയാളെന്നാണ്. അതുകൊണ്ട് അവിടെ ഈ കാർഷിക വിളകളെല്ലാം നശിച്ച് നാട് നാറാണക്കല്ല് പറിക്കണ ഒരു സമയത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ തന്നെത്താൻ പുഴുങ്ങി തിന്നുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പുഴുങ്ങി തിന്നണ കാലം. അത്രയ്ക്ക് മനുഷ്യൻ വിശന്നിട്ട് ആക്രാന്തം കയറി, കണ്ണിൽ ഭ്രാന്ത് കയറിയ കാലം. നാട് മുഴുവൻ ഒരു രക്ഷയുമില്ല, വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാഞ്ഞ ആക്രാന്തത്തിൻ്റെ കാലം. അപ്പം ആ കാലത്ത് ഒരു മനുഷ്യൻ ഇസ്രയേലിലെ രാജാവിനെ കാണും. രാജാവിനെ കാണുമ്പോൾ രാജാവാണല്ല സഹായിക്കേണ്ടത്. അപ്പം ഈ മനുഷ്യൻ പറയും, രാജാവേ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ രാജാവ് എന്താ പറയണത്? നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ടത്. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? 2 രാജാക്കന്മാർ 6:27. അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ. രാജാവ് പറഞ്ഞു, എന്താണ് പറഞ്ഞ? കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? ഇപ്പം നമ്മൾ സർക്കാർ നിസ്സഹായമായി നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പോഴത്തെ തുടങ്ങിയതല്ലത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. ജനങ്ങളെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ചില വിഷയങ്ങളിൽ നിസ്സഹായമായി നിൽക്കും. അത് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെത്ര ഇന്ന് കാണുന്ന പല ആൾക്കാരും നമ്മൾ സമാധാന കാലത്ത് മാത്രമാണ് അവർക്ക് അവിടെ അധികാരം പ്രയോഗത്തിൽ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സമാധാന കാലത്ത് വലിയ അധികാര സഹായങ്ങൾ ആവശ്യമില്ലതാനും. അതാണ് രസം. സുനാമി വന്ന ദിവസം ഞാൻ രണ്ടാമത്തെ സുനാമി അടിക്കുമ്പോൾ 2000, ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ്, ഇപ്പോൾ രണ്ടാമത്തെ സുനാമി അടിക്കണ സമയത്ത് ഞാൻ അഴീക്കൽ നിൽക്കുമ്പോഴുണ്ട് അവിടെ ഗൗരിയമ്മ എന്ന മന്ത്രിയാണ്, നാട്ടിലുണ്ട്. കുറേ പോലീസുകാരുമായിട്ട് വന്ന് അഴീക്കൽ ഇറങ്ങും.
ഇറങ്ങുന്ന സമയത്ത് തന്നെ റേഡിയോ ടി വിയിലൊക്കെ എല്ലാം വേളാങ്കണ്ണി പള്ളി വരെ കടൽ കയറണതും പിന്നെ എല്ലായിടത്തും ആൾക്കാരും മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കടപ്പുറത്തുനിന്ന് കുടിയൊഴിഞ്ഞ് കിട്ടിയത് ആടെങ്കിൽ ആട്, പശുവെങ്കിൽ പശു, കിട്ടിയതൊക്കെ എല്ലാം എടുത്ത് ഓട്ടോറിക്ഷ ആയാലും പെട്രോറിക്ഷ ആയാലും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ജനം ഇങ്ങനെ പാലായനം ചെയ്യണ കാഴ്ചയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യം കണ്ടതാണ് ഇങ്ങനെ ജനം ഇങ്ങനെയാണ് കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന്. ആ സമയത്താണ് ഗൗരിയമ്മയും കുറേ പോലീസുകാരും കൂടി വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. മൂന്നാമത്തെ തിര ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ആൾക്കാർ അലറി കടപ്പുറത്ത് കിടന്നുണ്ട്. അപ്പം തന്നെ ഗൗരിയമ്മ ഒരു കണക്കിന് ഒരു കാല് അകത്ത് വെച്ച് ഒരു കാലം പുറത്ത് വെച്ച് ഒരു കണക്കിന് കാറും കൊണ്ട് അവിടുന്ന് പോലീസുകാരെല്ലാം കൂടി ഓടിക്കളഞ്ഞു അവിടുന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മന്ത്രിയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല, അവിടെ നിസ്സഹായനാണ്. ആരായാലും നിസ്സഹായനാണ്. അപ്പം എനിക്കൊരു പേടി വന്നത് ജനമിങ്ങനെ കൂട്ടത്തോടെ പാലായനം ചെയ്യണ കണ്ടപ്പോഴേക്ക് ഭയങ്കര പ്രയാസമായി. കാര്യം ഇനി ജനം തിരിച്ചു വരത്തില്ലേ, ഇനി എന്താണ്, കടൽ കയറി വരികയാണ്, മൂന്നാമത്തെ കയറ്റം കയറി കഴിഞ്ഞാൽ നാട് മുങ്ങിപ്പോവുക. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായത് ഈ മദർ തെരേസയുടെ കൂടെ കന്യാസിമാരാണ്. അവർ 3-4 പേര് മനക്കോടത്തുനിന്ന് വന്ന് അഴിക്കാൻ നിൽക്കുകയാണ് ഈ ദുരന്തം കണ്ട്. ഞാൻ ഉടനെ, അവർ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണല്ലോ, ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അവർ നല്ല പ്രവർത്തനങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം പ്രവർത്തനം, പ്രയോഗം എല്ലാം പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അവർക്ക് ബലമുണ്ടാകും, ദൈവതിരുസന്നിധിയിൽ അവർക്ക് ബലമുണ്ട്. അപ്പം ഞാൻ ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എന്താ വെച്ചാൽ വേറെ അവിടെ കാഴ്ചക്കാരിക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ ആൾക്കാർക്കല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ കണ്ടതാണ്, നേരെ കണ്ട സംഭവമാണ്. അപ്പം ഞാൻ 4 കന്യാസിമാരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മുട്ടിൽ നിന്നിട്ട് ഇവരുടെ ഈ കന്യാസിമാരുടെ കൈ അപ്പുറത്തും കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നന്മറിഞ്ഞുറയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, കടലിന് ഓടാമ്പൽ വെച്ചത് നീയാണെന്ന്. നീ ഇന്ന് ഓടാമ്പൽ വെച്ചില്ലെങ്കിൽ ഈ ജനം ഉണ്ടാകത്തില്ല. അതായത് കടലിന് ഓടാമ്പൽ വെക്കുന്നത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഇപ്പം ഈ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തക്ക സമയത്ത് നമുക്കത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു സഹായം തന്നതാണ്. എന്താണ്, ഈ വചനം ഓർക്കടാ, ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഞാൻ ഓർത്തപ്പോഴേ അത് സഹായമാണ് ശരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വചനം ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ പഠിപ്പിച്ചുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ അനുസ്മരണ ഒരു സഹായമായിട്ടാണ് അവിടെ വെളിപാട് കൊള്ളണത്. നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം. കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കണ പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത്. വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത്. അപ്പോൾ ദൈവം, ഇപ്പം നമുക്കറിയാമല്ലോ, ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് ഇഷ്ടമുള്ള പോയി ചോദിക്കാൻ പറ്റത്തില്ല. ബ്ലോക്കിൽ ചെന്നിട്ടും പറയണേ എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം, കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോയാൽ ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും. ബ്ലോക്കുകാരെ തരുക. ഇവിടെ വല്ല ഇറച്ചിക്ക് ഒഴിയുക, പശുവിനെ കുത്തുവെക്കുക, വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം.
അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ആസ്ട്രേലിയയിൽ പോകണം, ലോൺ തരണമെന്ന് അവർ തരുമോ? തരത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പ്രൊവിഷൻ ഇല്ല. നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയണത് ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ് നിനക്ക് കിട്ടണമെന്നറിയാം. നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് വായിക്കണം. പിടികിട്ടിയ 5 മിനിറ്റ് വായിക്കണം. വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് കിട്ടും. വചനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 5-8-10 അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരും നോക്കും. എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈവെക്കണത്. അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കും അതിനെ. അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാവും. നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും. ഉടനെ ആ വചനം നമ്മൾ പറയും, അത് കാണാതെ പഠിക്കാൻ പറയും. ആ വചനം കാണാതെ പഠിക്കാൻ പറയും. അങ്ങനെ വചനം പഠിക്കണത്. അല്ല ഞാൻ വചനപ്പെട്ടിന്ന് എടുത്തിട്ട് കുറേ വചനം കാണാതെ പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം. അങ്ങനെ വായിച്ചാൽ നിങ്ങളങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ. എവിടെ പോകണം നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. വായിച്ച് പോകാനല്ല നോക്കേണ്ടത്. വചനം 5 മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അല്ലാതെ ഒരു പുസ്തകം വായിക്കണം തോന്നരുത്. നമുക്ക് വായിക്കാം. അപ്പം അതുപോലെ ഒരു ബൈബിളും വായിക്കാം. അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തോടിത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭക്തി തോന്നണം, ഭക്തി ഉണ്ടാവും അല്ലേ? ഞാൻ ദൈവത്തെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ. 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പറ്റീഷൻ ആയിരിക്കണം അതിൻ്റെ. അങ്ങനെ റെപ്പറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാവും. അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും. ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡ് അടിച്ച് നമുക്കറിയാമല്ലോ, സെർവറിലേക്ക് നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി, നമ്മളതിൻ്റെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ? എന്ത് വീഡിയോ ആണെങ്കിലും നമ്മളതിൻ്റെ കോഡ് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെയാണ് വചനം വായിച്ച ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ പ്രശ്നത്തിന് ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വായിത്തോന്നണ പോലെ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന പോലെ വായിത്തോന്നണ കോതൊക്കെ പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, അത് മനുഷ്യൻ്റെ വചനമാണ്. പലപ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ നമ്പരൊന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷേ ദൈവാംശം അതിലുണ്ടാകണം. ഇപ്പം ഞാനെന്താ പറഞ്ഞത്? കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? കടലിനെ ഓടാമ്പൽ വെച്ചത് അങ്ങാണെന്ന്. കർത്താവ്, ആ ഓടാമ്പൽ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് തന്നെ അടച്ചു വെക്കണം. ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ അവിടെ അതിന് ശേഷം പിന്നീട് കടൽ ശാന്തമാകുമല്ലോ. അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ വിഷയത്തിന് പ്രാർത്ഥനകൾ നിങ്ങൾ പറയുമ്പോൾ പരമാവധി നിങ്ങൾ വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിച്ചിട്ട്
എന്ന് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് തരുവാൻ അഭിഷേകം നൽകണമേ. ഓരോരോ വചനത്തിന് ആസ്പദമായ വചനങ്ങളെ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് നൽകുവാൻ അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ഞങ്ങൾക്ക് അനുസ്മരിപ്പിച്ച് നൽകണമേ. പ്രയോജനപ്രദമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഒരു ചായ്വെന്ന് പറയണത് നമ്മളെ ഏത് വിധേനയും ഏതവസ്ഥയിലും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ദൈവത്തിനുള്ളത്. അത് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേലിൻ്റെ അനുഭവം മാത്രമല്ല. ഇസ്രായേലിൻ്റെ അനുഭവം എന്താ നമ്മൾ വായിച്ചില്ലേ? 2 രാജാക്കന്മാർ എന്താ പറഞ്ഞത്? 2 രാജാക്കന്മാർ 6:27 ആ രാജാവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ എന്താ പറയണത്? രാജാവ് പറയണത്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? അടിസ്ഥാനപരം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച പല സഹായങ്ങളും നിങ്ങൾ അങ്കിളിൻ്റെ മകൻ സഹായിച്ചു, അങ്കിള് സഹായിച്ചു, കൂട്ടുകാർ സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു, പാർട്ടിക്കാർ സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഉള്ള സഹായം കൂടി പോകും. എന്താ കാര്യം? ദൈവം സഹായിക്കുന്ന കൊണ്ടാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണത്. അത് ഓർക്കണം. അല്ല നിങ്ങൾ അവരുടെ അടിമകളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, വിഷയത്തോടുള്ള ഒരു സുവിശേഷവിഹിതമായ സമീപനമാണ്. എന്താ പറയണത്? ആര് നമ്മളെ സഹായിച്ചാലും എങ്ങനെ സഹായിച്ചതായിരിക്കും. ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞേ? ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം സഹായം നമുക്കറിയാവില്ല, എത്രയോ പേരാണ് സഹായം കൊണ്ട് അധാർമികരായി പോയത്. ഇപ്പം ഒരു ദിവസം ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ നല്ല പ്രതിബദ്ധയായ ഭാര്യയായിരുന്നു, പക്ഷെ അത് കുമ്പസാരമൊന്നുമല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയണതാണ്. ഞാൻ ചേച്ചി പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കുക വെച്ചാൽ, പക്ഷെ പ്രാർത്ഥനാ ജീവിതമേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എന്താണ്? അവർക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനാ ജീവിതമല്ല, പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ്, പക്ഷെ കോൺഫിഡൻസ് പോയി. എന്താ കാര്യം? അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഇംഗ്ലീഷ് എഴുതാറില്ല, മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഒരു അറബി നാട്ടിൽ ചെന്നപ്പോഴേ അവർക്ക് ഒരു കത്ത് വീട്ടിലോട്ട് മക്കൾക്ക് വിടണം, താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്, തനിക്ക് സുഖമാണെന്ന്. അപ്പം കത്ത് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം. അപ്പം മൊബൈലിൻ്റെ കാലമല്ലത്, 90ൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം, നമ്മൾക്ക് കത്ത് വേറെ ആളിനോട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ, ഓർക്കണില്ലേ? 85കളൊക്കെ അത്തരം കാലമാണ്. പക്ഷെ എന്ത് പറ്റി? ഈ എഴുതാൻ വന്നവൻ പറഞ്ഞു അവനോട് ശാരീരികമായ ബന്ധമില്ലെങ്കിൽ മറുപടി എഴുതത്തില്ലെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? അവിടെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് അവർ ശാരീരികമായ ബന്ധം ഉണ്ടായി. നോക്കിയേ, അതോടുകൂടി അവിടെ കൃപ പോയി. അപ്പം സഹായിച്ചതാണ്, അവനാണ് സഹായിച്ചത്. അല്ലെങ്കിൽ ഇവർക്ക് ദാർഢ്യത്തോടെ ഇവർക്ക് പറയാറുണ്ട്, നീ പൊടാവിടുന്നു, നീ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്ന നീ വഴിയാണ്, നിനക്ക് സഹായിച്ചില്ലെങ്കിൽ നാളെ വേറെ ആൾ വരും.
എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ് ആധ്യാത്മികത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പാവനാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ.